നമ്മളുടെ മൊബൈൽ ഉപയോഗിച്ച് പല വെബ്സൈറ്റുകളും ക്രോം ബ്രൗസർ വഴി സന്ദർശിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഒരാൾ ഒരു ലിങ്ക് സെൻഡ് ചെയ്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ലിങ്കിൻ്റെ സൈറ്റിൽ തന്നെ നമ്മൾ എത്തിച്ചേരണം എന്നില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫേക്ക് സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സൈറ്റിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അങ്ങനെ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സൈറ്റിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ മൊബൈലിലുള്ള ഡാറ്റകളും മറ്റുള്ള ഒരുപാട് സീക്രട്ട് നമ്മളുടെ ഫയലുകളും മറ്റും നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് സംബന്ധമായിട്ട് ഉണ്ടാകും. നമ്മളെ ഡാറ്റകൾ ചോർന്നു പോകും. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ ക്രോം ബ്രൗസറിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഓൺ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഗൂഗിൾ ക്രോമിൽ നമുക്ക് വളരെ സെക്യൂറായിട്ട് എല്ലാ സൈറ്റിലേക്കും സന്ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസ് സെക്യൂർ DNS എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അത് ഓൺ ആയി കൊടുക്കുക. ഓൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. അതിലെ മുകളിലെ ഓപ്ഷനിലായിരിക്കും ഉണ്ടാകുക. അതിൽ നിന്ന് മാറ്റി നിങ്ങൾ താഴെയുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് എന്ന ഭാഗത്ത് വലതുവശത്തായിട്ട് ഒരു ചെറിയൊരു ആരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു 5 ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും. ഇതിൽ നിന്നും നിങ്ങൾ ക്ലൗഡ് ഫ്ലെയർ 1.1.1 എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫേക്ക് സൈറ്റിലേക്ക് എത്തിച്ചേരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സൈറ്റിലേക്ക് എത്തിച്ചേരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ക്രോം ഇങ്ങനെ ഒരു പുതിയൊരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ ഓപ്ഷൻ ഓൺ ചെയ്തിടുക. നിങ്ങൾക്ക് വളരെ സെക്യൂറായിട്ട് എല്ലാ സൈറ്റുകളും സന്ദർശിക്കാൻ സാധിക്കും. ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.